Hey, hello guys, welcome back to my YouTube channel. It's me. I'm so excited to taking this video. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ ആയിരിക്കും. ഒരു ചെറിയൊരു വ്ളോഗ് അതായിരിക്കും ഉണ്ടാവുന്നത്. ആക്ച്വലി എൻ്റെ വല്യപ്പാപ്പൻ്റെ മേമയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ദാറ്റ് വാസ് ലൈക്ക് ഒരു 25th വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അതായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും കൂടുകയാണ്. സോ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് ലൈക്ക് വെരി എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് ദാറ്റ് ഐ ഹാഡ് ബിക്കോസ് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് ലൈക്ക് ഒരു റിലേറ്റീവ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സമയമായിരുന്നു ഇന്നലെ ലൈക്ക് വെഡിങ് ആനിവേഴ്സറിക്ക്. ഈ വ്ളോഗ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് അറിയില്ല, ബട്ട് ഞാൻ എടുത്തത് 21st ഓക്കെ. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഐ എം നിമി ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തൊട്ടപ്പുറത്ത് അതിലും വലിയ ഭീകരപണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതെൻ്റെ കുഞ്ഞിപ്പാപ്പനാണ്, ആളാണ് ഇപ്പോഴത്തെ ഷെഫ്. സോ വല്യപ്പാപ്പൻ്റെയും മേമയുടെയും 25th വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഗൈസ്, നമുക്ക് കുറച്ചു നേരം കുഞ്ഞിപ്പാപ്പൻ്റെ നവരസ പ്രകടനങ്ങൾ കാണാം. എങ്ങനെയുണ്ടായിരുന്നു പാചകം? അടിപൊളിയായിരുന്നോ? താങ്കളുടെ ചെറുചേട്ടൻ്റെ കല്യാണത്തിൻ്റെ 25 വർഷം കഴിഞ്ഞ് കഴിക്കുകയാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സോ കുക്കിങ്ങും പരിപാടിയൊക്കെ കുഞ്ഞിപ്പാപ്പനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആരാണ് നമ്മളെ ചിറ്റ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ മേമയുണ്ട്, അടുത്ത് അമ്മയുണ്ട്, അതായത് എൻ്റെ അമ്മ. ആൻഡ് യാ, ചിക്കൻ ഫ്രൈ ചെയ്യാണ് വന്നത്. ഇങ്ങനത്തെ ഓരോ ഫങ്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും എല്ലാവരും കൂടി കൂടുമ്പോഴുള്ള ഒരു സന്തോഷവും സംഭവമൊക്കെ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ ഏകദേശം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓരോ കഥകളും അതുപോലെ തന്നെ ചളിയടിക്കലൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അബിക്കുട്ടനെ വിളിക്കാമെന്ന്. അബിക്കുട്ടൻ ഇപ്പോൾ ഇല്ല, ഹോസ്റ്റലിലാണ്. സോ അങ്ങനെ ഇവിടുത്തെ പ്രോഗ്രാം അബി വീഡിയോ കോളിലൂടെ കണ്ടു. പക്ഷേ ഷീ ഈസ് വെരി സാഡ് അബൌട്ട് ദാറ്റ് ബിക്കോസ് ഇവിടെ ഉണ്ടായില്ല എന്നുള്ളൊരു വിഷമം അവൾക്കുണ്ട്. അബി എന്ന് പറഞ്ഞാൽ മേമയുടെ വലിയപ്പാപ്പൻ്റെ മൂത്തമോൾ ആൻഡ് ദെൻ കുഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. A few moments later. സോ പ്രോഗ്രാം വൈകിട്ടായതുകൊണ്ട് തന്നെ ജസ്റ്റ് എല്ലാവരും വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവരെ കാണാൻ വേണ്ടിയിട്ട് വേഗം സെറ്റായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ചുമ്മാ വീട്ടിലിരുന്നൊരു കുളത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോഴത്തേക്കും കുക്കിങ്ങിൻ്റെ ഏകദേശ പണിയൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പാപ്പൻ്റെ കഥാപ്രസംഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ ആണെങ്കിൽ അത് സീരിയസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കുള്ള ആഘോഷത്തിലേക്ക് കയറാം. ഓക്കെ. പണ്ടാരിയുടെ മുഖത്ത് പുച്ഛം. ഇതൊക്കെ ഞാനിടും കേട്ടാ, ഞാനിടും. കുറച്ച് മുൻതൂക്കം വേണം എനിക്ക്. ആൻഡ് ദിസ് ഇസ് മൈ ഡാഡ്. ഇവൂപ്പിനെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇവൂനെ ബോക്സർ ആക്കിയതിനു ശേഷം എനിക്ക് ഏകദേശം എപ്പോഴും ഇടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കഥയിലെ നായകൻ വന്നത്. ഇതാണ് നമ്മുടെ വല്യപ്പാപ്പൻ. ലൈറ്റ് എവിടെ? സ്റ്റാർ ഉണ്ട് മോളില്. അവിടെ അങ്ങോട്ട് കയറുന്ന പാപ്പ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കേറിക്കോട്ടോ. കേറ്. ഓക്കെ. ഇതാണ് നമ്മുടെ കഥയിലെ നായിക മേമ. സോ എല്ലാവരും ബിസി ആയിരുന്നു, അടുക്കളയിലുമായിട്ടും ഭയങ്കരമായിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ മേമ റെഡി ആവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ പ്രസംഗം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിററിലൊക്കെ നോക്കിയിരുന്നു. അപ്പോഴത്തേനും കുഞ്ഞു നമ്മുടെ കേക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പൂസും ഇവും ഒക്കെ സെറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, കളിക്കായിരുന്നു അവർ. ഹലോ ഗായ്സ്. സോ നമ്മുടെ വല്യപ്പാപ്പൻ്റെ മേമയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. സോ 25th വെഡിങ് ആനിവേഴ്സറി ആണ്. എല്ലാവരും വന്നിട്ടുണ്ട്. പാപ്പൻ്റെ ഇളയ മോളാണ്. ആരാണ്? കുഞ്ഞു അല്ലേ? പേരെന്താ? അതെ, ബിൻഷ കുഞ്ഞു. സോ 25th വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. ഐ തിങ്ക് അവരാണ് കുറച്ചുകൂടി എക്സൈറ്റഡ് എന്നേക്കാളും. എന്തോ? അതായത് അച്ഛനമ്മയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. യെസ്. അപ്പോൾ നിങ്ങളാണ് കുറച്ചും കൂടി രീതിയിൽ അവർ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. നമ്മൾ അവരെത്രയും ഹാപ്പി ആയിട്ട് വെക്കുന്നോ അതല്ലേ നമ്മുടെ സന്തോഷം. അതെ. അപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗസ്റ്റായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു.
അനെയാ ഞാനും നല്ല ഹാപ്പി ആയിരുന്നു. ബട്ട് എനിക്കുള്ള ഒരു കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബി ഉണ്ടായിരുന്നില്ല. അബിയാണ് മേമയുടെ പാപ്പൻ്റെ മൂത്ത മോള്. അപ്പം അബി ഹോസ്റ്റലിലാണ്. സോ അബീനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല. അപ്പോഴത്തേക്കും മേമ അതാ റെഡിയായി സെറ്റപ്പ് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ പെണ്ണിനെ റെഡിയാക്കി അങ്ങനെ ചെക്കനോട് വേഗം റെഡിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. ഐ മീൻ റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പാപ്പനും വേഗം റെഡി ആവുകയാണ്. അപ്പോൾ ഇതാ 2 പേരും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാപ്പനും മേമയും അനിൽ ആൻഡ് ദുര്യ. അപ്പോഴേക്കും നമ്മുടെ അബിയും മേനും കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 പേരും ഹോസ്റ്റലിലാണ്. അവർക്ക് എക്സാമും സംതിങ്ങും ഒക്കെ കാരണം അപ്പം നാട്ടിൽ വരാൻ പറ്റിയില്ല. പക്ഷേ അവരും ഭയങ്കര സെഡായിരുന്നു. വരാൻ പറ്റില്ല, എല്ലാവരും കാണാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര ഇമോഷണൽ. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഇതാ അബിയുടെയും കുഞ്ഞിൻ്റെ ഗിഫ്റ്റാണ്. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ബിരിയാണി ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ഷെഫ് അബ്ദുള്ളീനെ പറയുന്നതല്ല, ദാറ്റ് മീൻസ് എൻ്റെ കുഞ്ഞിപ്പാപ്പനെ പറയുന്നതല്ല, എല്ലാം നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് പോയി ഗൈസ്. കുഴപ്പമില്ല, ഞങ്ങൾ ടോർച്ച് അടിച്ചു, അതായത് നമ്മുടെ ഫ്ലാഷ് ലൈറ്റും ടോർച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഓരോരുത്തരുടെയും ഗിഫ്റ്റ് അത്രയും നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചത്, വിഷുവിൻ്റെ പടക്കം ബാക്കി ഉണ്ടായിരുന്നൊക്കെ പൊട്ടിച്ച് അടിപൊളിയാക്കി. ഞങ്ങളുടെ എന്തായാലും ഒരു ഗെറ്റ് ടുഗെദർ പോലെ ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു.